എള്ളോളം തരി പൊന്നെന്തിനാ തനി തഞ്ചാവൂരു പട്ടെന്തിനാ തങ്കം തെളിയണ പട്ടു തിളങ്ങണ ചന്ദനിനക്കാടി. കല്യാണം കഴിച്ച് സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളായ രണ്ടുപേർ ക്ലാസ്സിലാണ് പഠിച്ചോണ്ടിരിക്കുകയാണോ? പഠിച്ചോണ്ടിരിക്കുകയാണ്. ഏത് ക്ലാസ്സിലാ? പ്ലസ് വൺ കഴിഞ്ഞതേ ഉള്ളൂ. പ്ലസ് വൺ കഴിഞ്ഞുള്ളൂ. എങ്ങനെയായിരുന്നു ഇഷ്ടപ്പെട്ടപ്പം? ഞാൻ ജോലി ചെയ്യും, എനിക്ക് നോക്കാനുള്ള കഴിവുണ്ടായിട്ട് തന്നെ വിളിച്ചുകൊണ്ട് വന്നത്. അടുത്ത ഒളിച്ചോട്ട കപ്പിൾസ് ആണ്, വൈറൽ ഒളിച്ചോട്ട കപ്പിൾസ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒളിച്ചോട്ട കപ്പിൾസിന്റെ ബഹളമായി തുടങ്ങിയിട്ടുണ്ട്. ഒളിച്ചോടി വന്നാൽ ഒരു യൂട്യൂബ് ചാനലും അങ്ങ് എടുത്താൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറൽ ആവാലോ. അപ്പൊ ഇതാണ് പൂജയും അമലും. പൂജ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത്. എന്താല്ലേ, കുറച്ചു കാലം മുമ്പ് പ്ലസ് ടു പരീക്ഷ എഴുതാൻ പേടിച്ചിട്ട് ഒരാൾ പോരുന്നല്ലോ. ഇപ്പൊ ഇതാ അടുത്തത്. മുട്ടി നിൽക്കായിരുന്നു തോന്നും. അങ്ങനെ തന്നെ വേണം പറയാൻ. കുറച്ചു കാലം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ആ പ്ലസ് ടു പരീക്ഷയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് എഴുതായിരുന്നല്ലോ. പ്ലസ് വണ്ണിലാണ് പൂജ പഠിക്കുന്നത്. സ്കൂളൊക്കെ പൂട്ടിയിരിക്കുകയാണല്ലോ, അപ്പോൾ ഒരു എന്റർടൈൻമെന്റും ആവും. ഇപ്പൊ സ്കൂള് പൂട്ടിയത് കൊണ്ട് ഒളിച്ചോട്ട സീസൺ ആയിരിക്കുകയാണ്. ഒളിച്ചോട്ടം ഇങ്ങനെ കൂടി വരികയാണ്. നല്ല ചൂടൊക്കെയാണല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ തോന്നും, സ്വാഭാവികം. എന്തായാലും ഇവര് വീഡിയോ ഒന്ന് നമുക്ക് കാണാം. അവിടുന്ന് നേരെ വിളിച്ചിറക്കൊണ്ട് വന്നു. വീട്ടിലാളുണ്ടായിരുന്ന സമയത്ത് ഇല്ല. വീട്ടിൽ സീനൊന്നും ഇല്ലായിരുന്നു. അവർക്കറിയാലോ, ഇത്രയും നാളായിട്ട് ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല, ഇനി കേൾക്കത്തില്ലെന്നും അറിയാം. പിന്നെ അവരെന്താ പറയുക, പിന്നെ ഏജുമായി. എല്ലാരും പറയുന്ന മുട്ടി നിൽക്കുമല്ലായിരുന്നു കല്യാണം കഴിക്കാൻ. ഇനിയും പിടിച്ചു നിൽക്കാൻ ഞങ്ങള് മാക്സിമം എന്റെ വീട്ടിലെ അവസ്ഥ വെച്ചിട്ട് ഇനി ഞാൻ ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിലും നല്ലത് വരുന്നതാ. ഞാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പും അതിനെപ്പറ്റി കുറച്ച് നല്ല ഡാർക്കായിട്ട് സീനായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി. പിന്നെ ഇപ്പൊ 3 വർഷം കൊണ്ട് ഇതൊക്കെ തന്നെ. ഇവരെയൊക്കെ പോയി ഇന്റർവ്യൂ എടുക്കുന്നവരെ വേണം ആദ്യം തല്ലാൻ. ഇപ്പോൾ 18 വയസ്സായവർക്ക് ഇതൊക്കെ കാണുമ്പോൾ വലിയ കാര്യമായിരിക്കും. എൻ്റെ മക്കളെ, ഇതൊന്നുമല്ല ജീവിതം. എന്നിട്ട് പറഞ്ഞത് കേട്ടില്ലേ, വീട്ടിൽ പിടിച്ചു നിൽക്കാൻ വയ്യാന്ന്. ഇത്രയും കാലം വളർത്തി വലുതാക്കിയ വീട്ടുകാരോട് ചെയ്തതാണ്. എന്നിട്ടോ ഇന്നലെ കണ്ട ആളെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുക. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ എങ്കിലും കംപ്ലീറ്റ് ആക്കി ഒരു നല്ല ജോലിയെങ്കിലും വാങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ന്യായീകരിക്കായിരുന്നു. ഞാൻ ഒരിക്കലും ഒളിച്ചോടി പോകാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. ഡോക്ടർ കണ്ട് പഠിക്കണം. പഠിപ്പിക്കോ? ഞാൻ പഠിപ്പിക്കാം. ആ ഒരു ഡിമാൻഡ്. പൂജയ്ക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. കുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നേ? ഈ ഡോക്ടർ ആവുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യമാണോ? ആദ്യം നീറ്റ് പരീക്ഷ എഴുതി കിട്ടണം. അതിനാദ്യം നല്ലൊരു എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം. അതൊന്നുമല്ല ആദ്യം വേണ്ടത്, അറ്റ്ലീസ്റ്റ് പ്ലസ് ടു പരീക്ഷയെങ്കിലും പാസ്സാവണ്ടേ? ഇതൊന്നും ഇല്ലാണ്ടാണോ കുട്ടി ഡോക്ടർ ആവാൻ പോകുന്നത്? ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നും തലേ കയറാൻ പോകുന്നില്ല. ഇപ്പൊ ഒരു മായാ ലോകത്തായിരിക്കും, ഈ ഫാന്റസി ലോകം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഇങ്ങനെയൊക്കെ തോന്നിയെന്ന് വരും. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും.